സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. മിനിഞ്ഞാന്ന് മുതൽ മാധ്യമങ്ങളിൽ നിറഞ്ഞ ഡിസ്കഷനായി നിൽക്കുന്നത് ഖത്തർ ഹമാസിനെ പുറന്തള്ളി എന്നുള്ളതാണ്. ഒരുപാട് വേർഷൻസ്, ഊഹാപോഹങ്ങൾ ഓൺലൈൻ മീഡിയയിൽ വരുന്നുണ്ട്, പത്രങ്ങളിലും വരുന്നുണ്ട്. ഇന്നലെയൊക്കെ ദീപികയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി വന്നത് ഖത്തർ ഹമാസിനെ പുറന്തള്ളി എന്നുള്ളത് തന്നെയായിരുന്നു. അമേരിക്കൻ മീഡിയയാണ് ഇത് ആദ്യമായിട്ട് പുറത്തുവിട്ടത്. CNN-ഉം അസോസിയേറ്റഡ് പ്രസ്സും ABC-യും എല്ലാം ഒരേപോലെ പുറത്തുവിട്ടൊരു വാർത്തയാണ്. ഖത്തർ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നത്തിലെ മീഡിയേഷനിൽ നിന്ന് ഖത്തർ പിൻവാങ്ങുകയാണ്. കൂടാതെ ഹമാസിൻ്റെ നേതാക്കളോട്, അങ്ങനെ നേതാക്കൾ എന്ന് പറയാൻ ആരും തന്നെ ബാക്കിയില്ല, ഹമാസിനൊരു ഓഫീസുണ്ട്, അവരുടെ ഒഫീഷ്യലായിട്ടുള്ള ഇൻസ്റ്റലേഷൻ ഓഫീസ് അത് ഖത്തറിലാണ്, ദോഹയിലാണ്. അവിടെ നിന്ന് അത് മാറ്റണമെന്ന്, ഒഴിവാക്കണമെന്ന് ഖത്തർ ഔദ്യോഗികമായി ഹമാസിനോട് ആവശ്യപ്പെട്ടതായാണ് വാർത്ത. ഈ രണ്ടാമത്തെ വാർത്തയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കിട്ടിയത്. ഹമാസിനോട് അവരുടെ അവരുടെ ഓഫീസ് അവസാനിപ്പിച്ചവർ പോകണം എന്ന് പറഞ്ഞത്. കാരണം ഹമാസിനെ സംബന്ധിച്ച് പെരുവഴിയാകുന്ന അവസ്ഥയാണ്. വേറെ ഒരു രാജ്യവും അവർക്കൊരു ഓഫീസ് വരാൻ അവസരം കൊടുക്കില്ല. എന്തിനാ അവർക്കൊരു ഓഫീസ്? ഇസ്ലാമിക് വേൾഡിൻ്റെ മുഴുവൻ ഹെൽപ്പ് കൊണ്ടാണ് ഈ ഹമാസ് എന്ന് പറയുന്ന ഈ രാജ്യം, ഈ ഹമാസ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം, ഈ ഭീകര പ്രസ്ഥാനം നിലനിൽക്കുന്നത്. അവർക്ക് ഉള്ള ഫണ്ടിങ് അത് മുഴുവൻ എത്തിച്ചേരുന്നത് അവരുടെ ഈ ഔദ്യോഗികമായിട്ടുള്ള ഈ സ്ഥാപനത്തിലാണ്, ഓഫീസിലാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓഫീസ് 2012 മുൻപ് അത് സിറിയയിലായിരുന്നു. സിറിയയിൽ ഗൗരവതരമായ ഇൻറ്റേർണൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അത് ഹമാസിനെ സംബന്ധിച്ച് സേഫ് അല്ല. ഒന്നാമത് ഇസ്രായേലുമായിട്ടൊരു പ്രോക്സിമിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് അവിടുന്ന് അത് പൊക്കിയെടുത്തു കൊണ്ടുപോയിട്ട് ഖത്തറിൽ സ്ഥാപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഖത്തറിലാണ് ഇവരുടെ ഈ ലോകത്തിലുള്ള മുഴുവൻ മുസ്ലിങ്ങളും, നമ്മളെ കേരളത്തിലുള്ളവരടക്കം സംഭരിക്കുന്ന പണം ഈ ഖത്തറിലുള്ള ഓഫീസിലാണ് എത്തുക. ഭയങ്കര ഹ്യൂജ് എമൗണ്ടാണ്. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൻ്റെ റവന്യൂവിനെ വെല്ലുന്നത്ര എമൗണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഈ ഭീകര പ്രസ്ഥാനത്തിന് എത്തിച്ചേരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർ ആയുധങ്ങൾ വാങ്ങിയിട്ട് ഇസ്രായേലിൽ കയറി അവരുടെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയൊക്കെ ആക്രമിക്കുന്നത്. ഈ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നിരന്തരമായിട്ട് ഇവർ റോക്കറ്റ് കത്തിച്ച് ഇസ്രായേലിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഫണ്ട് ഉപയോഗിച്ചാണ് ഇവരെ രാജാക്കന്മാരെ പോലെ ഖത്തറിൽ, ദോഹയിൽ താമസിക്കുന്നത്. ഇവരുടെ നേതാക്കന്മാരൊക്കെ ദോഹയിൽ താമസിക്കുന്ന ആളുകളാണ്, രാജാക്കന്മാരെ പോലെയാണ് അവരുടെ താമസം. ഇതിൻ്റെ നേതാക്കന്മാർ പലരും ഒരിക്കൽ പോലും പാലസ്തീൻ സന്ദർശിക്കാത്തവരാണെന്നാണ് പറയുന്നത്. യഹ്യ സിൻവാർ മാത്രമാണ് പാലസ്തീനിൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആൾ. ബാക്കി ഇവരുടെ നേതാക്കന്മാർ ആരും തന്നെ ഈ പാലസ്തീനിലൊരു സന്ദർശനത്തിന് പോലും പോകാത്തവരാണ്. ഇവരെ ഈ പറയുന്ന ദോഹയിൽ ലഭിക്കുന്ന ഈ വലിയ ഫണ്ട് സ്പെൻഡ് ചെയ്ത് വളരെ ആഘോഷമായി ജീവിക്കുന്നവരാണെന്ന് പറയും. അപ്പോൾ ഇവരോട് ദോഹയിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ഖത്തർ സർക്കാർ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു എന്നാണ് വാർത്ത. പക്ഷേ ഇന്നലെ വൈകിട്ട്, ഞായറാഴ്ച വൈകിട്ടോടുകൂടി ഖത്തർ ഗവൺമെൻറ് ഒരു ഒഫീഷ്യൽ ഇത് ഡിനൈ ചെയ്തിട്ടുണ്ട്. ഈ മീഡിയേഷനിൽ നിന്ന് ഞങ്ങൾ പിൻവാങ്ങുന്നു എന്നല്ല, മീഡിയേഷനിൽ തൽക്കാലം പിൻവാങ്ങുന്നു എന്നാണ് പറഞ്ഞത്. രണ്ട് പാർട്ടീസിനും, അതായത് ഇസ്രായേലിനും ഹമാസിനും താല്പര്യമുണ്ടെങ്കിൽ ക്ഷണിക്കുകയാണെങ്കിൽ ഇനിയും ഞങ്ങൾ മീഡിയേഷൻ തയ്യാറാണെന്നും ഹമാസിനോട് അങ്ങനെ ഒഴിഞ്ഞു പോകാനൊന്നും പറഞ്ഞിട്ടില്ല എന്നും ഒരു വേഗ രൂപത്തിൽ പറയുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് അത് ഈ പറഞ്ഞ വാർത്തയെ സ്ഥിരീകരിക്കുന്നില്ല എന്ന് വരുന്നില്ല. കാരണം രാജ്യത്തിൻ്റെ വളരെ ടോപ്പായിട്ടുള്ള ആളുകളല്ല, ഒരു ലോവർ ലെവലിലുള്ള ഒഫീഷ്യലാണ് ഇത് ഡിനൈ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഖത്തർ എന്ന് പറയുന്നത് രാജാവ് ഭരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഖത്തർ രാജാവിൻ്റെ മേലെ ഒരു വോയിസ് വില്ല. അവിടെ ഇപ്പോൾ ഷെയ്ഖ് തമീം എന്ന് പറയുന്ന രാജാവാണ് ഉള്ളത്. അദ്ദേഹത്തിനാണ് ലെജിസ്ലേറ്ററും എക്സിക്യൂട്ടീവും എല്ലാം അദ്ദേഹം തന്നെയാണ്. ഒരു പ്രൈം മിനിസ്റ്ററുണ്ട്, മന്ത്രിസഭയുണ്ട്, ഒക്കെയുണ്ട്. അതൊക്കെ പുള്ളി അപ്പോയിൻ്റ് ചെയ്യുന്ന ജോലിക്കാർ മാത്രമാണ്. അതിനപ്പുറത്തേക്കൊന്നും അവർക്കാർക്കും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിൽ രാജാവോ അല്ല രാജാവിനോട് വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളും അല്ല ഇത് ഡിനൈ ചെയ്തിട്ടുള്ളത്. ഒരു ലോവർ ഒഫീഷ്യലാണ് ഡിനൈ ചെയ്തിട്ടുള്ളത്. അതിനത്ര പ്രാധാന്യം കൊടുത്താണ്. അത് ബൈഡൻ സർക്കാരിൻ്റെ ഒരു അവസാന ശ്രമമെന്ന നിലയിൽ ഈ ഇസ്രായേൽ പ്രശ്നം, ഇസ്രായേൽ ഹമാസ് തമ്മിലുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ബൈഡൻ സർക്കാരിൻ്റെ ഒരു അവസാന ശ്രമമായി കാണുന്നവരുണ്ട്. അതല്ല, ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ ആ വലിയൊരു ഇമ്പാക്റ്റ്, ആ ഇമ്പാക്റ്റിൻ്റെ ഭാഗമായിട്ട് ട്രംപ് ഈ ഖത്തറിനോട് ഒരുപക്ഷെ ഇതിൻ്റെ പേരിൽ മോശമായിട്ട്, അല്ലെങ്കിൽ ഖത്തറിനുമായുള്ള ബന്ധം മോശമായേക്കുമോ എന്ന് ഭയപ്പെട്ട് അവർ മുൻകൂട്ടി പെരുമാറിയതാണെന്നും പറയുന്നവരുണ്ട്. അപ്പോൾ ഇതെന്താണ് ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ളതെന്ന് അറിയത്തില്ല. എന്തായാലും ഇതിൻ്റെ ചരിത്രം ഒന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഖത്തർ എന്ന് പറയുന്ന രാജ്യം എവിടെയാണ് നിലനിൽക്കുന്നത് നമുക്കറിയാം. അത് പേർഷ്യൻ ഗൾഫിലാണ് അതിൻ്റെ ലൊക്കേഷൻ. പേർഷ്യൻ ഗൾഫ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഈ കേരളത്തിൻ്റെ തീരത്ത്, നമ്മുടെ കോഴിക്കോട് കടലിൻ്റെ തീരത്ത് നമ്മളൊരു ബോട്ട് എടുത്ത് ഇങ്ങനെ മേലോട്ട് വടക്കോട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം കർണാടകത്തിലൂടെ അങ്ങനെ പോയി ഗുജറാത്തിലെത്തും.
ഗുജറാത്തിൻ്റെ ബോർഡർ കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാനാണ് പിന്നെ ബോർഡർ വരുന്നത്. അറേബ്യൻ സീക്ക് പിന്നീട് ബോർഡർ വരുന്നത് പാകിസ്ഥാനാണ്. അപ്പോൾ പാകിസ്ഥാൻ അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഇറാനായി. അപ്പം ഇന്ത്യ കഴിഞ്ഞാൽ പാകിസ്ഥാൻ കഴിഞ്ഞാൽ ഇറാൻ്റെ ബോർഡറിലേക്കാണ് ഈ അറബിക്കടൽ എത്തുന്നത്. ഇറാൻ്റെ ബോർഡറിൽ എത്തിക്കഴിഞ്ഞാൽ അതൊരു ഉൾക്കടലായിട്ട് അങ്ങ് മാറും. ആ കടൽ മെയിൻലാൻഡിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കയറും, കുറേ ദൂരം അങ്ങോട്ട് ഉള്ളിലേക്ക് കയറിപ്പോകും. അങ്ങനെ മെയിൻലാൻഡിനുള്ളിലേക്ക് കയറി പോകുന്ന റീജിയൻ്റെ തുടക്കത്തിന് ഗൾഫ് ഓഫ് ഒമാൻ എന്ന് പറയും. അത് കഴിഞ്ഞ് തുറന്നു വരുന്ന ഭാഗത്തെ പേർഷ്യൻ ഗൾഫ് എന്ന് പറയും. ഈ പേർഷ്യൻ ഗൾഫിൻ്റെ ചുറ്റുമാണ് നമ്മളുടെ ഈ ഗൾഫ് രാജ്യങ്ങളെന്ന് പറയുന്നത് നമ്മളുടെ ആളുകളൊക്കെ ഇവിടുന്ന് ജോലിക്ക് പോകുന്ന രാജ്യങ്ങളുള്ളത്. അതിൻ്റെ തെക്ക് ഭാഗം മുഴുവൻ ഇറാനാണ്. തെക്ക് ഭാഗത്തെ ബോർഡർ കംപ്ലീറ്റ് ഇറാനാണ്. ഇനി സൗത്തിൽ നിന്നാണ് നമ്മൾ ഇതിലേക്ക് കടക്കുന്നതെങ്കിൽ സൗത്തിൽ നിന്ന് എൻട്രിയിൽ ആദ്യം വരുന്നത് ഒമാനാണ്. ഒമാൻ കഴിഞ്ഞാൽ പിന്നെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, നമ്മുടെ ദുബായിയൊക്കെ വരുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ് അടുത്ത് വരുന്നത്. അതിനുശേഷമാണ് ഖത്തർ വരുന്നത്. ഖത്തർ കഴിഞ്ഞാൽ പിന്നെ ഒരു ദ്വീപായിട്ട് ബഹ്റൈൻ ഈ കടലിനകത്തുണ്ട്, അതൊരു ദ്വീപാണ്. ഈ ഖത്തർ എന്ന് പറയുന്നത് തന്നെ കടലിലേക്ക് വല്ലാതെ തള്ളി നിൽക്കുന്ന ഒരു രാജ്യമാണ്. അതിൻ്റെ ബഹുഭൂരിഭാഗം അതിൻ്റെ 4 ചുറ്റും തന്നെ കടലെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ചെറിയ ഭാഗം സൗദി അറേബ്യയാണ് ബോർഡർ വരുന്നത്. അപ്പം ഈ ഇവിടുന്ന് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒമാനായി, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആയി, ഖത്തറായി. ഖത്തർ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് വലിയൊരു ബോർഡർ സൗദി അറേബ്യയുടെ ബോർഡറാണ്. അപ്പോൾ സൗദി അറേബ്യ അങ്ങ് വടക്ക് ഭാഗം വരെ, പടിഞ്ഞാറ് ഭാഗത്തെ അതിർത്തിയിലെ അങ്ങ് വടക്കേ അറ്റം വരെ ഏകദേശം സൗദി അറേബ്യയാണ് പിന്നെയുള്ളത്. സൗദി അറേബ്യ കഴിഞ്ഞാൽ കുവൈറ്റ് എന്ന് പറയുന്ന ചെറിയൊരു രാജ്യം വരും. കുവൈറ്റ് കഴിഞ്ഞാൽ ഇറാഖിൻ്റെ ഒരു ചെറിയ എക്സിറ്റ് ഉണ്ട്. അവിടെ ഇറാഖിനും ഒരു ചെറിയ ബോർഡർ കടലുമായിട്ടുണ്ട്. ഇറാഖ് കഴിഞ്ഞാൽ പിന്നെ ഇറാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ വടക്കേ അറ്റത്തുനിന്ന് ഇറാൻ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താൽ അത് ഇങ്ങ് തെക്ക് വരെ വരും. അപ്പോൾ ഇങ്ങ് ഈ ഫുൾ തെക്ക് കിഴക്ക് ഭാഗം മൊത്തം ഈ പേർഷ്യൻ ഗൾഫിൻ്റെ കിഴക്ക് ഭാഗത്ത് മൊത്തം ഇറാനും ബാക്കി പടിഞ്ഞാറ് ഭാഗത്ത് ഞാൻ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെയാണ്. പറഞ്ഞ രാജ്യങ്ങൾ പ്രധാനമായിട്ടും ബോർഡറുള്ളത് സൗദി അറേബ്യയ്ക്കാണ്. കുവൈറ്റിന് ബോർഡറുണ്ട്, ഖത്തറിന് ബോർഡറുണ്ട്, ഒമാന് നല്ലൊരു ബോർഡറുണ്ട്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന് ബോർഡറുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ കടൽ വരുന്നത്. ഈ കടലിൻ്റെ ഇവിടെയാണ് നമ്മളുടെ ഈ ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പൊസിഷൻ. ഇത് ഇസ്രായേലിൽ നിന്ന് എത്രയോ അകലെയാണ്. കാരണം ഈ ഖത്തർ കഴിഞ്ഞിട്ട് കരയിലൂടെ നോക്കുമ്പം സൗദി അറേബ്യയും കടന്ന് ജോർദാനും കടന്നിട്ടാണ് ഇസ്രായേൽ കിടക്കുന്നത്. ഏകദേശം 1500 കിലോമീറ്റർ എയർ സ്പേസ് ഉണ്ട് ഇവർ തമ്മിൽ. അപ്പോൾ അവിടെയാണ് ഈ ഖത്തറിലാണ് ഇവർ ഈ ഓഫീസ് സ്ഥാപിച്ച് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഖത്തറുമായിട്ട് ഇവരെങ്ങനെ ട്രാവൽ അറേഞ്ച്മെൻറ്റ് നടത്തുന്നു പോലും സംശയമുണ്ട്. കാരണം ഇവർ കടലിൽ കൂടെ പോയിട്ട് ഇറാഖിൽ കിടന്ന് സിറിയയിൽ കിടന്ന് അങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നുണ്ടാവുക. എന്തായാലും വളരെ എളുപ്പത്തിലൊരു ട്രാവൽ പോലും പോസിബിൾ അല്ലാത്ത സ്ഥലത്താണ് ഇവരുടെ ഓഫീസ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവരുടെ ഈ നേതാക്കന്മാർ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് പലസ്തീൻ സന്ദർശിക്കാറില്ല എന്നൊക്കെ പറയപ്പെടുന്നത്. എന്തായാലും ഖത്തർ ഇവർക്ക് ഇങ്ങനൊരു ഫെസിലിറ്റി ചെയ്തു കൊടുത്തിട്ടുണ്ട്. അമേരിക്കയുടെ വളരെ ക്ലോസ് അല്ലയാണ് ഖത്തർ. അപ്പോൾ ഖത്തറിൻ്റെ ഹിസ്റ്ററി അവർ 1971 ബ്രിട്ടനിൽ നിന്ന് ഫ്രീഡം എടുക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഓട്ടോമാൻ എംപയറിൻ്റെ കാൽക്കീഴിലായിരുന്നു ഈ അറേബ്യൻ രാജ്യങ്ങളൊക്കെ. പിന്നീട് ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞപ്പം അത് ബ്രിട്ടൻ്റെ കയ്യിലായി. അങ്ങനെ ബ്രിട്ടൻ്റെ കയ്യിലായിരുന്നു ഈ ഖത്തർ. അത് 1971 ഔദ്യോഗികമായിട്ട് ഖത്തർ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത്. പിന്നെ രാജ്യഭരണമായിരുന്നു. വളരെ സ്ലോ ആയിട്ട് ഗ്രോ ചെയ്തൊരു രാജ്യമാണ്. പെട്രോളിയം ഡെപ്പോസിറ്റ്സ് ഉണ്ട്. അതങ്ങനെ കുറേശ്ശെ വിറ്റും എക്സ്കവേറ്റ് ചെയ്തുമൊക്കെ അവർ ഒരുവിധം വളർന്നു വരുന്നു. അതിനുശേഷം 1990 അവരുടെ നാച്ചുറൽ ഗ്യാസ് ഡെപ്പോസിറ്റ്, വലിയൊരു നാച്ചുറൽ ഗ്യാസ് ഡെപ്പോസിറ്റ് ഖത്തറിനുണ്ട്. അത് 1990 ശേഷമാണ് അത് ആക്റ്റീവായത്. അതോടെ ആ രാജ്യം അതിഭയങ്കരമായിട്ട് സാമ്പത്തിക പുരോഗതിയിലേക്ക് പോകാൻ തുടങ്ങി 1990 ശേഷം. അങ്ങനെ 1995 അമേരിക്കൻ സഹായത്തോടെ ഷെയ്ഖ് ഹമീദ് ബിൻ ഖലീഫ എന്ന് പറയുന്ന ഒരു രാജാവോടെ അധികാരത്തിൽ വന്നു. അമേരിക്കൻ സഹായത്തോടെയാണ് അദ്ദേഹം അധികാരത്തിൽ വന്നത്. അതോടെ ഇതിൻ്റെ ഈ ഗ്രോത്ത് ഭയങ്കര റാപ്പിഡായി. അമേരിക്കയുടെ സഹകരണത്തോടെ ഈ ഗ്യാസ് കുഴിച്ചെടുക്കുന്നത് വളരെ ഈസിയായി. ധാരാളം ഇൻഡസ്ട്രീസ് വന്നു. വലിയ ഗ്യാസ് റിസോഴ്സാണ്. അതിനുശേഷം അവർ ജപ്പാനിലേക്ക് ഗ്യാസ് പൈപ്പ് ലൈൻ ഇട്ടു, യൂറോപ്യൻ രാജ്യങ്ങളിലെ ഗ്യാസ് പൈപ്പ് ലൈൻ ഇട്ടു. ലോകത്തിൽ ഏറ്റവും അധികം ഗ്യാസ് വിൽക്കുന്ന രാജ്യങ്ങളിൽ പ്രമുഖമായിട്ടുള്ളത് ഖത്തറാണ്. ഈ കുഞ്ഞു രാജ്യമാണെന്ന് പറയണം. നമ്മുടെ കേരളത്തിൻ്റെ 1/4 മാത്രം വലിപ്പം വരുന്ന ഒരു കുഞ്ഞു രാജ്യമാണിത്. ഈ രാജ്യത്തിൻ്റെ മൊത്തം ജനസംഖ്യ എന്ന് പറയുന്നത് 30 ലക്ഷം മാത്രമാണ്. ഈ 30 ലക്ഷം ആളുകളിൽ വെറും 49% മാത്രമേ അറബികളുള്ളൂ. ബാക്കിയുള്ളതൊക്കെ തൊഴിലെടുക്കാൻ വേണ്ടി അവിടെ വന്ന് താമസിക്കുന്ന പ്രധാനമായും ഏഷ്യക്കാരാണ്. ആ ഏഷ്യക്കാരിൽ പകുതി ഇന്ത്യക്കാരാണ്. അപ്പോൾ അവരുടെ രാജ്യത്തിലെ വലിയൊരു ശതമാനം ജനം, ഏകദേശം 1/4 25% വരുന്നത് ഇന്ത്യക്കാരാണ്. അപ്പോൾ അവരവിടെ തൊഴിലെടുക്കാൻ വേണ്ടി പോയിട്ടുള്ളതാണ്. അറബികൾ ആകെ 30 ലക്ഷമേ ഉള്ളൂ. അതിൽ പകുതിയോളം മാത്രമേ അറബികളുള്ളൂ. ബാക്കി മുഴുവൻ തൊഴിലെടുക്കാൻ വന്ന മനുഷ്യരാണ്. മാത്രമല്ല വളരെ പ്രോഗ്രസീവായിട്ട് രാജ്യമാണ്. ഈ പറഞ്ഞ രാജാക്കന്മാരൊക്കെ ഇപ്പോഴത്തെ ഷെയ്ഖ് തമീം എന്ന് പറഞ്ഞ ആൾ LKG മുതലേ ഇംഗ്ലണ്ടിൽ പഠിച്ചാണ്. അദ്ദേഹത്തിൻ്റെ സ്കൂളിങ്ങും കോളേജും മുഴുവൻ അയാൾ ആർമി സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. ഇത് മുഴുവൻ ഇംഗ്ലണ്ടിലാണ് അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ. ഈവൻ ഷെയ്ഖ് ഹമീദ് ബിൻ ഖലീഫയും യൂറോപ്പ് എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ള ആളാണ്.
അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു വളരെ പ്രോഗ്രസീവായിട്ട് രാജ്യമാണ്. അപ്പോൾ ഇവർ ഈ ഹമാസിനെ പിന്താങ്ങുന്നത് അല്ലെങ്കിൽ ഹമാസിനോട് ഒരു ഓഫീസർ അനുവദിച്ചിട്ടുള്ളത് അവരുടെ മൗലികവാദം കൊണ്ടോ തീവ്രവാദം കൊണ്ടോ ഒന്നല്ല. അവർ ഒരു മീഡിയേറ്റർഷിപ്പ് താല്പര്യമുള്ളവരാണ്, കച്ചവടക്കാരാണ്, പക്ക കച്ചവടക്കാരാണ്. അപ്പോൾ അവർ കച്ചവടത്തിൻ്റെ ഭാഗമായി ഒരു മീഡിയേറ്റർഷിപ്പ് അവിടെ നിലനിർത്തുന്നതാണ്. അവർക്ക് ഇറാനുമായിട്ട് വളരെ ശക്തമായൊരു ബന്ധം നിലനിർത്തിയേ പറ്റും. അതിന് പ്രധാനപ്പെട്ട റീസൺ ഈ പേർഷ്യൻ ഗൾഫിൻ്റെ ഈ കടലിന് നടുക്കൂടിയാണ് ഇൻ്റർനാഷണൽ ബൗണ്ടറി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ബൗണ്ടറിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള രാജ്യങ്ങൾക്കാണ് ആ കടലിൻ്റെ പടിഞ്ഞാറേ ഹാഫ്. അതിൻ്റെ കിഴക്കേ ഹാഫ് എന്ന് പറയുന്നത് കിഴക്ക് ഭാഗത്തുള്ളത്, കിഴക്ക് ഭാഗത്ത് ഇറാൻ മാത്രമാണ്. അപ്പോൾ കിഴക്ക് ഭാഗത്തെ ഹാഫ് ഇറാൻ അവകാശപ്പെട്ട കടലാണ്, പടിഞ്ഞാറ് ഭാഗത്തെ ഹാഫ് മറ്റ് രാജ്യങ്ങൾക്കൊക്കെ അവകാശപ്പെട്ട കടലാണ്. ഇതിൽ ഈ ഖത്തറിന് അവകാശപ്പെട്ട കടലിൻ്റെ അടിയിലാണ് ഈ ഗ്യാസ് ഡെപ്പോസിറ്റ് മുഴുവനുള്ളത്. ഈ ഖത്തർ എന്ന് പറഞ്ഞ രാജ്യം ഞാൻ നേരത്തെ പറഞ്ഞു അതൊരു ചെറിയ രാജ്യമാണ്. അതിനകത്ത് ബഹുഭൂരിഭാഗം മരുഭൂമിയാണ്. ആകെ ഒരു ക്യാപിറ്റൽ ദോഹ എന്ന് പറഞ്ഞൊരു കുഞ്ഞു സ്ഥലം, അത് വലിയ പട്ടണമാണ്. ആ രാജ്യത്തെ 80% ജനങ്ങളും അധിവസിക്കുന്നത് ഈ ക്യാപിറ്റൽ ദോഹയിലാണ്. ബാക്കി 20% ദോഹയ്ക്ക് പുറത്തുള്ളൂ. ദോഹ എന്ന് പറയുന്ന ഈ ചെറു സ്ഥലത്താണ് ആ രാജ്യത്തെ 80% ആളുകളും ജീവിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കൊച്ചു രാജ്യം, കേരളത്തിൻ്റെ 4/1 ഏരിയ വരുന്ന കൊച്ചു രാജ്യം, ആ രാജ്യത്തിൻ്റെ അത്രയും തന്നെ വിസ്തൃതിയുള്ള ഒരു ഗ്യാസ് ഡെപ്പോസിറ്റാണ് ഈ കടലിനടിയിലുള്ളത്. ഈ രാജ്യത്തിന് അത്രയും തന്നെ വിസ്തൃതിയുണ്ട് ഈ ഗ്യാസ് ഡെപ്പോസിറ്റ്. അപ്പോൾ ഊഹിക്കാമല്ലോ എത്രത്തോളം വലിയൊരു ഗ്യാസ് ഡെപ്പോസിറ്റാണ്. അപ്പോൾ ആ ഗ്യാസ് ഡെപ്പോസിറ്റ് കടലിലൂടെ പരന്ന് ഇറാൻ്റെ കടലിലേക്ക് കൂടെ കടന്നു കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ മൊത്തം ഗ്യാസ് ഡെപ്പോസിറ്റ് ഏരിയയിൽ ഒരു 67% ഖത്തറിൻ്റെ ഭാഗത്തും 37% ഇറാൻ്റെ ഭാഗത്തുമാണ്. അപ്പോൾ ഇവരിത് പകുത്തെടുക്കണം, ഇത് ഷെയർ ചെയ്തെടുക്കണം. പക്ഷേ സ്വാഭാവികമായിട്ടും ഇറാനുമായിട്ട് വളരെ നല്ലൊരു ബന്ധം ഖത്തറിന് ആവശ്യമാണ്. അപ്പം ഇറാനുമായിട്ടുള്ള ആ ബന്ധം നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇറാൻ്റെ പ്രഷർ കൊണ്ട് ഇവർക്ക് ഈ ഹമാസിനെ താങ്ങേണ്ടി വരുന്നത്. ഇമാതിരിയുള്ള ഈ വേട്ടപ്പട്ടികളെ മുഴുവൻ പോറ്റിയെടുക്കുന്നത് ഇറാനാണ്. ആ ഇറാൻ്റെ ഒരു പ്രഷറിൻ്റെ പേരിലാണ് ഹമാസിനെ താങ്ങേണ്ട ഗതികേടിലേക്ക് ഈ ഖത്തർ എത്തിയിട്ടുള്ളത്. നേരെ മറിച്ച് ഇസ്രായേലും അമേരിക്കയും അതിനെ ഒരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആയിട്ടാണ് കാണുന്നത്. കാരണം ഇത് പിന്നെ ഇവരുടെ ഈ ഹമാസ് എന്ന് പറയുന്നത് പാലസ്റ്റീനിയൻ ഗാസയെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അവരെങ്ങനെയെങ്കിലും അഡ്രസ്സ് ചെയ്തേ പറ്റൂ. ചവിട്ടി തേച്ച് കൊല്ലാൻ പറ്റില്ലല്ലോ. 10-20 ലക്ഷം ജനങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളുകൾ, 20 ലക്ഷത്തോളം ആളുകളാണ് ഗാസയിലുള്ളത്. അവരെ ഭരിക്കുന്ന ഹമാസാണ്. അപ്പോൾ അവരുടെ ഇടയിൽ ഒരു മീഡിയേഷൻ ആവശ്യമുണ്ട്. നേരിട്ട് സംസാരിക്കാൻ പറ്റില്ല, ഇടയ്ക്ക് ഒരാൾ വേണം. എന്നാൽ പിന്നെ ഖത്തർ ആയിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒരു മൗനസമ്മതത്തോടെയാണ് ഈ ഹമാസിൻ്റെ ഓഫീസ് ഇവിടെ തുടർന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ പിന്നെ ഈവൻ ഇസ്രായേൽ പോലും ഈ ഹമാസിന് സഹായങ്ങൾ, ഹമാസ് മീൻസ് പാലസ്തീനിയൻ പീപ്പിളിനുള്ള സഹായങ്ങൾ ഖത്തർ വഴി കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇവരുടെ കൂടി പെർമിഷനോടുകൂടി ഈ പറയുന്ന റോഗ് ഗ്രൂപ്പിനോട് സംസാരിക്കാൻ ഒരു മീഡിയേറ്റർ എന്ന നിലയിൽ ഈ ഖത്തറിനെ ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഖത്തർ ഈ ബിസിനസ്, അവർ ഒരു ബിസിനസ് കമ്മ്യൂണിറ്റി പോലെ തന്നെയാണ്. അവരൊരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് മാത്രം നടത്തുന്ന മീഡിയേഷനാണ്. അവർക്ക് ഇതിനകത്ത് ഒരു താല്പര്യമില്ല. അവരതിൻ്റെ ഒരു മീഡിയേറ്റർ എന്ന നിലയിൽ, അപ്പം തീർച്ചയായിട്ടും ഒരു മീഡിയേറ്റർ എന്ന് പറയുമ്പം അവർക്ക് ഏത് സമൂഹത്തിലൊരു സ്ഥാനമുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം ലെബനോണിൽ ഒരു പ്രശ്നമുണ്ടായി, ഹെസ്ബുള്ള ഒരു വലിയ പ്രശ്നം ഉണ്ടായി 2012. ഹെസ്ബുള്ളയും ഗവേണിംഗ് സർക്കാരിന് വലിയ പ്രശ്നം ഉണ്ടായപ്പം അത് ഖത്തറിൻ്റെ മീഡിയേഷനിലാണ് ആ പ്രശ്നം ഒതുക്കി തീർക്കുകയും അങ്ങനെ ഹെസ്ബുള്ളയ്ക്ക് ചെറിയൊരു സ്ഥാനം കൊടുത്തുകൊണ്ട് ലെബനോണിൽ സമാധാനം കൊണ്ടുവന്നത് ഖത്തറാണ്. അതോടെ ഖത്തറിന് ഈ മേഖലയിൽ വലിയ പ്രോമിനൻസ് വന്നു. അപ്പോൾ അറബ് രാജ്യങ്ങൾ തമ്മിൽ വരുന്ന തർക്കങ്ങളിലും ഇത് വെസ്റ്റേൺ രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും വരുന്ന തർക്കങ്ങളിലും ഒരു മീഡിയേഷൻ നിരന്തരമായി സ്ഥിരമായി ഖത്തർ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അങ്ങനെ ഒരു മീഡിയേറ്റർ ലെവൽ എന്ന് പറയുമ്പോൾ അതൊരു എലവേറ്റഡ് പൊസിഷനാണ്, അത് ഒരു മോശം സ്ഥാനമല്ല. ആ സ്ഥാനം എൻജോയ് ചെയ്താണ് ഖത്തർ നിൽക്കുന്നത്. വേറൊരു പ്രശ്നം, ഇറാനും ഇസ്രായേലും തമ്മിൽ നേരിട്ട് മുട്ടിയാൽ അമേരിക്ക അകത്തെടുക്കും. 2001 9/11 അറ്റാക്കിൽ സൗദി അറേബ്യയുടെ ബിൻ ലാദന്റെ ഗ്രൂപ്പാണ് IS ആണ് അമേരിക്ക ആക്രമിച്ചത്. അപ്പോൾ അമേരിക്കയുടെ പ്രധാനപ്പെട്ട അലൈ സൗദി അറേബ്യയായിരുന്നു. പക്ഷെ ബിൻ ലാദൻ അമേരിക്ക ആക്രമിച്ച അമേരിക്ക ഒരു ചെറിയ സംശയമായി, സൗദി അറേബ്യനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്താൽ മതിയാവൂ. അങ്ങനെ വന്നപ്പം സൗദി അറേബ്യയെ പോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വേറൊരു അലൈ കൂടി ഈ ഗൾഫ് റീജിയനിൽ ആവശ്യമുണ്ടെന്ന് അമേരിക്ക ബോധ്യം വരികയും അതിനായി ഖത്തറിനെ സെലക്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അമേരിക്കയുടെ പ്രധാനപ്പെട്ട എയർ ബേസുകൾ, അമേരിക്കയുടെ ഗൾഫ് എയർ കമാൻഡൊക്കെ ഇപ്പോൾ ഉള്ളത് ഖത്തറിലാണ്. അപ്പോൾ ഖത്തറിനെ സംബന്ധിച്ച് അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഖത്തറിൽ നിന്ന് അമേരിക്ക ഓപ്പറേറ്റ് ചെയ്യും. അങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറാൻ ഖത്തറിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഖത്തർ ഈസ് വെരി ക്ലോസ്, ഇറാനിൽ നിന്ന് വളരെ ക്ലോസ് ആണ്. അപ്പോൾ ഖത്തറിനെ സംബന്ധിച്ച് ഒരു കാരണവശാലും ഇസ്രായേലും ഇറാനും തമ്മിലോ അല്ലെങ്കിൽ അമേരിക്കയും ഇറാനും തമ്മിലോ ഒരു അടി ഉണ്ടാവരുത് എന്ന് അവർക്ക് ഭയങ്കര നിർബന്ധമുണ്ട്. കാരണം അടി ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ മണ്ണിൽ വെച്ച് അടി ഉണ്ടാവും. അമേരിക്കൻ എയർ ബേസുകൾ അവിടെ ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചും ഈ പ്രശ്നം, അപ്പോൾ ഇത് ഈ വല്ലാതെ വളർന്നു വരുന്നു എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒതുക്കണം എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഖത്തർ ഹമാസിനോട് ഗുഡ് ബൈ പറഞ്ഞ് പോയിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്.
അവരെ ആരും സ്വീകരിക്കാൻ പോകുന്നില്ല. അവരോട് താല്പര്യമുള്ള രാജ്യങ്ങൾ, ടർക്കിയുടെ ഒക്കെ പേര്, ടർക്കിയൊന്നും ഒരിക്കലും ഇവരെ ഇൻവൈറ്റ് ചെയ്യും. ടർക്കി വെറും വർത്താനമാണ്, അവർ വാചകടിക്കുന്നില്ലാതെ ഒരിക്കലും അവർ ഈ പ്രശ്നത്തിൽ ഇൻവോൾവ് ചെയ്യാൻ നിൽക്കില്ല. എർദോഗൻ വെറും വാചകത്തിൻ്റെ ആളാണ്. അദ്ദേഹം ഇമാതിരിയുള്ള സാധനം എടുത്ത് തലേ വയ്ക്കില്ല. വലിയ വാചകമൊക്കെ അടിക്കും, ഞാൻ സഹായിക്കും, മറ്റേ ജ്യൂസിനെ ശരിയാക്കും, മറ്റൊന്നൊക്കെ പുള്ളി ഡയലോഗ് അടിക്കും. ഡയലോഗ് മാത്രമേ ഉള്ളൂ. അയാൾ ഒരു തരത്തിലും ഇവരെ സഹായിക്കാൻ നിൽക്കില്ല. പിന്നെ അൾജീരിയയുടെ പേരൊക്കെയാണ് പറയുന്നത്. അൾജീരിയയൊക്കെ അല്ലത്തന്നെ ദാരിദ്ര്യത്തിൽപ്പെട്ട് കിടക്കുന്ന രാജ്യമാണ്. അപ്പോൾ അമേരിക്കയോടോ അല്ലെങ്കിൽ ഇസ്രായേലിനോടോ ഒരു കോൺഫ്ലിക്റ്റിന് ഇപ്പം ലോകത്തിൽ ഒരു രാജ്യവും നിൽക്കില്ല. അപ്പോൾ അതോടെ ഹമാസിൻ്റെ ആഫീസ് പൂട്ടും എന്നുള്ളത് ഉറപ്പാണ്. അല്ലെങ്കിൽ തന്നെ ഹമാസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഖത്തറിലൊരു ഓഫീസ് മാനേജ് ചെയ്യാനുള്ള ആളുകൾ പോലും അവർക്കില്ല എന്നുള്ളതാണ് വാസ്തവം. ആ ഒരു നിലയിലേക്ക് അത് താണു പോയിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്താണ് ഈ ഇറാൻ്റെ ഒരു താല്പര്യം? ഇറാന് ഒറ്റ താല്പര്യമുള്ളൂ, ഈ മുസ്ലിം ലോകത്തിൻ്റെ ലീഡർ ആവാൻ ശ്രമിക്കുക എന്നാണ്. അവരുടെ കൈ തന്നെയാണ്. അവർ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത് അവർ ഷിയാക്കളാണ്. അവർ ഈ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ആളുകളെ കൊണ്ടുപോയിട്ടുള്ള ഒക്കെ സുന്നികളുടെ നാട്ടിലാണ്. സിറിയയിലായിക്കൊള്ളട്ടെ, ലെബനോണിലായിക്കൊള്ളട്ടെ, ഖത്തറിലായിക്കൊള്ളട്ടെ, യമനിലായിക്കൊള്ളട്ടെ, ഇതൊക്കെ സുന്നികളുടെ നാടാണ്. ഇറാഖിലെ ഒരു നല്ല പെർസെൻറ്റ് ഷിയാക്കളുണ്ടെന്നുള്ളത് നേരാണ്, എങ്കിലും അതും സുന്നികളുടെ ഭരണത്തിലുള്ള നാടാണ്. അപ്പോൾ ഈ ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങുന്ന ഈ രാജ്യങ്ങൾ മുഴുവൻ സുന്നി രാജ്യങ്ങളാണ്. ഈ ഇറാഖിൻ്റെ ഷിയാക്കളുടെ പട്ടാളമാണ് ഹെസ്ബുള്ള എന്ന് പറയുന്നത്. ഷിയാക്കളുടെ ഒരു വേട്ടപ്പട്ടിയാണ്. ഈ വേട്ടപ്പട്ടിനെ ഇവർ ഈ രാജ്യങ്ങളിലൊക്കെ കൊണ്ട് പാർപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുമ്പം ഈ അടി കിട്ടുന്നത് മുഴുവൻ സുന്നികൾക്കിട്ടാണ്. അതായത് ഈ പ്രശ്നത്തിൻ്റെ പേരിൽ എത്രയോ ലക്ഷം മനുഷ്യർ ഇതുവരെ മരിച്ചിട്ടുണ്ടാവും. ഈ മരിച്ചത് മുഴുവൻ സുന്നികളാണ്. ഷിയാക്കളെ സംബന്ധിച്ച് ആ വഴിക്ക് ലാഭം മാത്രമേ ഉള്ളൂ. അവർക്ക് ഇതിനകത്ത് നഷ്ടമൊന്നുമില്ല. കാരണം അവരുടെ പ്രൈമറി ശത്രു സുന്നിയാണ്. അത് കഴിഞ്ഞിട്ടേ ജൂ വരുന്നുള്ളൂ. കാരണം എപ്പോഴും ഒരു വീട്ടിലടി ഉണ്ടാകുമ്പോൾ സഹോദരനും അടി ഉണ്ടാകുമ്പോൾ സഹോദരൻ നമ്മളുടെ ശത്രുത തന്നെയാണ് വരുന്നത്. അത് കഴിഞ്ഞ് അന്യൻ്റെ ശത്രുത വരുന്നുള്ളൂ. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ ആർച്ച് റൈവലായിട്ടുള്ള സുന്നിക്കിട്ടാണ് അടി കിട്ടുന്നത്. അതിലവർ ഉള്ളിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ സുന്നികൾക്ക് പണി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇവർ ഇത്രയും കാലം ചെയ്തു വെച്ചിട്ടുള്ളത്. നേരിട്ട് അടി വരുന്ന സമയത്ത് അവർ മിണ്ടുന്നേ ഇല്ല. ഈ ഖമേനി എന്ന് പറയുന്ന സുഹൃത്തിനെ ഈ ഇസ്രായേലിൻ്റെ അറ്റാക്കിന് ശേഷം പുറത്തേക്കേ കണ്ടിട്ടില്ല. ആ മനുഷ്യൻ നിലവിലുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിന് യാതൊരു തെളിവും ഇതുവരെ വന്നിട്ടില്ല. ഇറാൻ്റെ നാക്കാണെങ്കിൽ ഓരോ ദിവസവും കുറേശ്ശെ താഴോട്ട് വരികയാണ്. അവർ വല്ലാതെയുള്ള ബാർക്കിംഗ് അങ്ങോട്ട് നിർത്തിയിരിക്കുകയാണ്. നേരെ സൗദി അറേബ്യയെ സംബന്ധിച്ച് അവർക്ക് ഈ വിഷയത്തിലൊന്നും ഒരു താല്പര്യവുമില്ല. കാരണം അവർ വളരെയധികം മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന സ്വപ്നം കാണുന്ന രാജ്യമാണ്. അവിടെയുള്ള രാജാക്കന്മാരും എല്ലാവരും ഇതുപോലെ വെസ്റ്റേൺ എഡ്യൂക്കേറ്റഡ് ആണ്. അവർ പുരോഗതിയുടെ ഗുണം കണ്ടിട്ടുള്ളവരാണ്, പുരോഗമിച്ചിട്ടുള്ള രാജ്യങ്ങൾ കണ്ടിട്ടുള്ളവരാണ്, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം എന്താണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുള്ളവരാണ്, ജെൻഡർ ഈക്വാലിറ്റി എന്താണെന്ന് അറിയുന്നവരാണ്, അതിൻ്റെയൊക്കെ മഹത്വവും അതിൻ്റെ സുഖവും അതിൻ്റെ ആത്മസുഖവും അറിയുന്നവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ രാജ്യം, ഈ സൗദി അറേബ്യയിലെ രാജാവിനെ സംബന്ധിച്ച് സൗദി അറേബ്യ ദുബായ് പോലെ കാരണം അവർ അത്രയും അധികം റിസോഴ്സ് ഉള്ള രാജ്യമാണ്. അവർക്ക് രണ്ട് തരത്തിലുള്ള റിസോഴ്സ് ഉണ്ട്. ഒന്ന് പെട്രോളിയം റിസോഴ്സ് ഉണ്ട്, രണ്ട് വലിയൊരു ടൂറിസം ഹബ്ബാണ്. അവർ മക്കയും മദീനയൊക്കെ അവരുടെ രാജ്യത്താണ്. എത്രയോ കോടി രൂപയുടെ വരുമാനമാണ് ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ അവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ദുബായ് പോലെയോ അല്ലെങ്കിൽ അതിനെ കഴിഞ്ഞും വലിയൊരു ഒരു ടൂറിസ്റ്റ് ഹബ്ബാകാനും അതുപോലെ പിന്നെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു സിറ്റിയായി മാറുവാനുമുള്ള എല്ലാ സാധ്യതയുമുള്ള സ്ഥലമാണ്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് വളരണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. ഇത് ഓരോ അറബ് രാജ്യങ്ങളുടെയും താല്പര്യമാണ്. ഈ ഇറാൻ ഒഴികെ ബാക്കി അവിടെയുള്ള എല്ലാ രാജ്യങ്ങൾക്കും വളരണമെന്നും ഒരു യൂറോപ്യൻ രാജ്യത്തിൻ്റെ നിലവാരത്തിലേക്ക് എത്തണമെന്നും ആഗ്രഹമുള്ളവരാണ്. അതുകൊണ്ടാണ് അവർ ഒരിക്കൽ പോലും ഒരു അഭയാർത്ഥി അവരുടെ മണ്ണിൽ കാല് വെക്കാനായിട്ട് സമ്മതിക്കുക. കാരണം ഈ അഭയാർത്ഥി എന്ന് പറഞ്ഞ് ഇറങ്ങുന്നവൻ്റെ ഒക്കെ കയ്യിൽ പിന്നെ നമ്മൾ ഇവർക്ക് നല്ല കൃത്യമായിട്ട് അറിയാം. യൂറോപ്പിൽ ചെന്ന് കച്ചറ കാണിക്കുന്ന അഭയാർത്ഥിയെക്കുറിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അവിടുത്തെ ആളുകൾ തന്നെ പറയുന്ന കമൻസ് നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്നതാണ്. ഒരു വീട്ടിലും കയറ്റാൻ കൊള്ളാത്തവരാണ് ഇവർ. നിങ്ങൾ എന്തുകൊണ്ട് ഇവരെ നിങ്ങളുടെ വീട്ടിൽ കയറ്റി? നിങ്ങൾക്ക് ചീപ്പ് ലേബറിന് വേണ്ടിയാണ് നിങ്ങൾ കയറ്റിയതെങ്കിൽ നിങ്ങൾ കയറ്റി വെച്ചത് പേപ്പട്ടിയാണ്. ഈ പേപ്പട്ടിയുടെ കടി കൊള്ളാതെ ആർക്കും രക്ഷപ്പെടാനാവില്ല എന്ന് അവർ തന്നെ പറയും. അവർ ഒരിക്കലും അവരുടെ വീട്ടിൽ ഈ പേപ്പട്ടിയെ കയറ്റാറില്ല. അപ്പോൾ അവർ അങ്ങനെ അവരുടെ രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഒരു യൂറോപ്യൻ രാജ്യത്തിൻ്റെ ലെവലിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ ഇറാൻ്റെ മാതിരിയുള്ള കോൺഫ്ലിക്റ്റിലേക്കൊന്നും വരാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. ഇറാൻ നോക്കുമ്പോൾ അവിടെ ഒരു സ്പേസ് ഉണ്ട്. കാരണം ഇവർ ഈ അഡ്വാൻസ്ഡ് നേഷനിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ നമ്മുടെ പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ ഒരുപക്ഷെ ഇന്ത്യയിലോ ഒക്കെയുള്ള വളരെ പിന്തിരിപ്പന്മാരായിട്ടുള്ള റാഡിക്കൽ മുസ്ലിംസിൻ്റെ ഒരു ലോക ലീഡറായി നിൽക്കാൻ തങ്ങൾക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഇറാൻ്റെ നോട്ടം. അതിന് മറ്റുള്ളവരെ കൊലയ്ക്ക് കൊടുത്ത് മറ്റുള്ളവരുടെ ചോരയൊഴുക്കി എങ്ങനെയെങ്കിലും ആ ഒരു പ്രഭാവത്തിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ ഖമേനി താടി തടവിക്കൊണ്ട് ആലോചിക്കുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം മുൻപോട്ട് പോകും എന്നുള്ളത് കണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം റാഡിക്കൽ ഇസ്ലാം ഒരിക്കലും ലോകത്തിൽ ആർക്കും ഒരു നന്മയും ചെയ്തിട്ടില്ല എന്നുള്ളത് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് ഒക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. നമ്മുടെ രാജ്യം 1947 ബ്രിട്ടൻ പോകുമ്പം വിഭജിച്ച് ഉണ്ടാക്കിയതാണ് പാകിസ്ഥാനും ബാംഗ്ലാദേശും. നമ്മളെവിടെ എത്തി? പാകിസ്ഥാൻ എവിടെ എത്തി? ഇന്ത്യയിലെ ഏറ്റവും ഫെർട്ടൈലായിട്ടുള്ള റീജിയൻസ് മുഴുവൻ കിട്ടിയത് പാകിസ്ഥാനാണ്. നമുക്ക് കിട്ടിയത്
നമുക്ക് കിട്ടിയത് എല്ലാ തരത്തിലുള്ള സ്ഥലങ്ങളും നമ്മുടെ മരുഭൂമി ഉൾപ്പെടെ, പിന്നെ ഒട്ടും ഫെർട്ടൈൽ ഇല്ലാത്ത സ്ഥലങ്ങൾ ഉൾപ്പെടെ നല്ല ഫെർട്ടൈലായിട്ടുള്ള സ്ഥലങ്ങളും ഒക്കെ ചേർന്ന് എല്ലാ തരത്തിൽപ്പെട്ട ഭൂമിയും ചേർന്ന സ്ഥലമാണ് നമുക്ക് കിട്ടിയതെങ്കിൽ പാകിസ്ഥാന് കിട്ടിയത് ക്രീം ലാൻഡ് മാത്രമാണ്. ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഭൂമി മാത്രം തിരിഞ്ഞാണ് പാകിസ്ഥാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. എവിടെ കിടക്കുന്നു പാകിസ്ഥാൻ? ഇന്ന് ഒരു ലിറ്റർ പെട്രോൾ പാകിസ്ഥാൻ കിട്ടണ 300-350 രൂപ കൊടുക്കണം. ബംഗ്ലാദേശിന്റെ സ്ഥിതി എന്തായിരുന്നു? 1971 വരെ പാകിസ്ഥാൻ അതേ ട്രാക്കിൽ മൂവ് ചെയ്ത രാജ്യം. ഇന്ത്യ ഇടപെട്ട് അതിനെ സ്വതന്ത്രമാക്കിയതിനു ശേഷം അത് വളർന്നുകൊണ്ടേയിരുന്നു. ഇപ്പം അത് വീണ്ടും ആ പന്നിക്കൂട്ടിലേക്ക് ചാടിക്കറിയിരിക്കും. ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വം നടന്ന ഒരു വിപ്ലവത്തിന്റെ ഭാഗമായി അവിടുത്തെ വളരെ ഫോർവേഡ് ആയിട്ടുള്ള ഒരു പ്രസിഡന്റിനെ ചവിട്ടി പുറത്താക്കി അവർ വീണ്ടും ആ പന്നിക്കൂട്ടിലേക്ക് പ്രവേശിച്ചു. ആ രാജ്യം വീണ്ടും കൂപ്പുകുത്തുന്നു. പെട്രോളിൽ തന്നെ ഇപ്പം 200 രൂപ കൊടുക്കുന്നു ഒരു ലിറ്റർ പെട്രോൾ കിട്ടും. അഫ്ഗാനിസ്ഥാന്റെ സ്ഥിതി നോക്ക്. 21-ാം നൂറ്റാണ്ടിൽ ഈ കാലഘട്ടത്തിൽ അതുപോലത്തെ ഒരു രാജ്യം നിലവിലുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ ചെറുപ്പക്കാരുടെ അമേരിക്കയിലെ ചെറുപ്പക്കാരോട് പറഞ്ഞ് വിശ്വസിക്കാൻ സാധ്യതയില്ല. കാരണം ഇങ്ങനത്തെ കാട്ടുജാതികളൊക്കെ എപ്പോഴും ജീവിച്ചിരിക്കണോ എന്നാണ് മനുഷ്യർ ചോദിക്കുക. റാഡിക്കൽ ഇസ്ലാം എപ്പോഴും ആളുകളെ കൊണ്ടെത്തിക്കുന്നത് അവിടെയാണ്. അവിടേക്കാണ് ഈ സൗദി അറേബ്യ പോലത്തെ രാജ്യങ്ങളുടെ വലിയ സ്വപ്നമുള്ളത്. അവരിപ്പോൾ തന്നെ വളരെയേറെ മുന്നോട്ട് പോയി കഴിഞ്ഞു. അവർക്കൊരു യൂറോപ്യൻ രാജ്യത്തിൻ്റെ, ഒരു അഡ്വാൻസ്ഡ് രാജ്യത്തിൻ്റെ, ഒരു സിവിലൈസ്ഡ് രാജ്യത്തിൻ്റെ ലെവലിലേക്ക് പോകണം. അതിൻ്റെ വളർച്ച സ്വപ്നം കണ്ട് അവർ മുൻപോട്ട് പോവുകയാണ്. എന്തായാലും ശരി, ട്രംപ് ഇലക്ട് ചെയ്യപ്പെട്ടത് ഒരു വലിയ ചേഞ്ച് ലോകത്തിന് കൊണ്ടുവരുന്നുണ്ട്. കാരണം ഒരു 4 വർഷം അമേരിക്ക ഭരിച്ചിരുന്നത് പ്രോ ഇസ്ലാമിക് ലെഫ്റ്റിസ്റ്റ് ആയിട്ടുള്ളൊരു ഭരണകൂടമായിരുന്നു. ആ ഭരണകൂടം അവിടുന്ന് ഒഴിവായത് ലോകത്തെ സംബന്ധിച്ച് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് കാണേണ്ടത്. ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ തന്നെ വലിയ വ്യത്യാസം വന്നു. ഇങ്ങനെ റാഡിക്കൽ ഇസ്ലാമിന് വേണ്ടി നിൽക്കുന്ന, ലെഫ്റ്റ് ഐഡിയോളജി കൊണ്ട് നടക്കുന്ന, വെയ്ഗായിട്ടുള്ള ലിബറൽ ഐഡിയോളജി കൊണ്ട് നടക്കുന്ന ആളുകളൊക്കെ വളരെ പെട്ടെന്ന് പത്തി താഴ്ത്താണ്, വളരെ പെട്ടെന്ന് പത്തി ചുരുട്ടുന്നതാണ് കാണുന്നത്. കാരണം ലോകത്തിൽ പവർഫുള്ളായിട്ടുള്ള ഭരണാധികാരികളൊക്കെ റൈറ്റ് വിങ് ഭരണാധികാരികളാണ്. അത് ട്രംപ് ആയിക്കൊള്ളട്ടെ, പുടിൻ ആയിക്കൊള്ളട്ടെ, മോഡി ആയിക്കൊള്ളട്ടെ, ലോകത്തിലെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ലീഡേഴ്സ് മുഴുവൻ ഇപ്പം റൈറ്റ് സൈഡിലേക്ക് പോകുന്ന ആളുകളാണ്. ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക് അത്തരത്തിലുള്ള ഫോഴ്സുകളെല്ലാം ചവിട്ടിക്കൂട്ടാൻ പോകുന്ന പവർ ലോകത്തിന് കിട്ടിക്കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. നന്മയുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.